ഓക്കെ, വെൽക്കം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സെമസ്റ്റർ 2 IT വർക്ക്ഷോപ്പാണ്. ഇത് ഗ്രൂപ്പ് എയ്ക്കും ബിക്കും കോമൺ പേപ്പറാണ്. ഇതിൻ്റെ കോഴ്സ് കോഡ് വരുന്നത് GXESL208 എന്നാണ്. അതുപോലെ തന്നെ ഇതൊരു കോഴ്സ് ടൈപ്പ് നോക്കുകയാണെങ്കിൽ ഇതൊരു ലാബാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്രെഡിറ്റ് വരുന്നത് 1 ക്രെഡിറ്റാണ്. പിന്നെ ഇത് ഒരു വീക്കിൽ 2 അവറാണ് നമുക്ക് ഈ ഒരു വർക്ക്ഷോപ്പിന് വേണ്ടിയുള്ളത്. അതിൽ ഇൻറ്റേർണൽ മാർക്ക് 50ഉം എക്സ്റ്റേണൽ മാർക്ക് 50ഉമായിട്ട് 100 മാർക്കിൽ തന്നെയാണ് ഈ പേപ്പർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കോഴ്സ് ഒബ്ജക്റ്റീവ് നോക്കുകയാണെങ്കിൽ to provide a basic understanding about the computer hardware, software and computer network. രണ്ടാമത് വരുന്നത് to familiarize the learner with the web development process using HTML, CSS and JavaScript. എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്നത് HTML-ഉം CSS-നും ഉപയോഗിച്ച് എന്നുള്ള ഒരു ഇതാണ് പറയുന്നത്. ഡീറ്റെയിൽ എക്സ്പെരിമെൻറ്റിനെ പറ്റി പറയുന്നത് ഇവിടെ 15 എക്സ്പെരിമെൻറ്റുകളാണ് ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. 15 എക്സ്പെരിമെൻറ്റിൽ മാൻഡേറ്ററി ആയിട്ട് പറയുന്നത് ഏതെങ്കിലും 10 മിനിമം 10 നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. ഒന്നാമത് പറയുന്നത് പ്രാക്ടീസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്നുള്ളതാണ്. അതായത് ഇതിനെല്ലാം ഒന്ന് ഫെമിലിയറൈസ് ചെയ്യുക. CPU, മദർ ബോർഡ്, CPU ആൻഡ് ചിപ്സെറ്റ്, ഇൻ്റർഫേസ് കാർഡ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ഇതൊക്കെ കേബിൾസ് ഉണ്ട്, SMPS, NIC, അതേപോലെ തന്നെ മറ്റ് പോർട്ടുകൾ ഏതൊക്കെയാണെന്ന്, പെരിഫറൽസ്, ഡിവൈസ്, സ്റ്റോറേജ് ഡിവൈസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് പഠിച്ചു പോകേണ്ട ഭാഗമാണിത്. കുറച്ച് ലെങ്തി ആയിട്ട് അല്ലെങ്കിൽ 1-2 ക്ലാസ്സുകൾ എടുക്കേണ്ടി വരുന്ന ഒരു സെഷൻ തന്നെയാണിത്. രണ്ടാമത്തത് ഫെമിലിയറൈസേഷൻ ഓഫ് ബൂട്ട് പ്രോസസ്സാണ്. അതായത് എന്താണ് ബൂട്ട് പ്രോസസ്സ്, എങ്ങനെയാണ് അത് പ്രൊസീഡ് ചെയ്യുന്നതെന്നാണ് നമ്മളിവിടെ നോക്കേണ്ടത്. മൂന്നാമത്തത് പറയുന്നത് ഇൻസ്റ്റാളേഷൻ ഓഫ് ലിനക്സ് ആൻഡ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇവിടെ ഡ്യുവൽ OS ഇൻസ്റ്റാളേഷൻ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. അതും ഈ ബൂട്ട് പ്രോസസ്സും ഏകദേശം ഒരു എക്സ്പെരിമെൻ്റായി കണക്കാക്കപ്പെടാവുന്നതാണ്. നമുക്ക് അത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അടുത്തത് പറയുന്നത്, നാലാമത്തെ എക്സ്പെരിമെൻ്റ് പറയുന്നത് യുനിക്സ് ആൻഡ് ലിനക്സ് കമാൻഡാണ്. അതിൽ എല്ലാ കമാൻഡുകളും ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കേണ്ട മിനിമം കമാൻഡുകളാണത്. അടുത്തത് പറയുന്നത് ഇവിടെ നെറ്റ്വർക്കിംഗ് ഹാർഡ്വെയർ ആണ്. നെറ്റ്വർക്കിംഗ് ഹാർഡ്വെയറിൽ RJ45, UTP, ഫൈബർ, സ്വിച്ച്, ഇത്തരം നെറ്റ്വർക്കിംഗ് ഡിവൈസുകളെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ RJ45 ക്രിമ്പിങ് ചെയ്യുന്നതാണ് നമ്മുടെ ഒരു എക്സസൈസ് ആയിട്ട് വേണ്ടത്. പിന്നെ ഇത്ര കാര്യങ്ങൾ നമ്മൾ മിനിമം ലെവലിൽ ഇതിൻ്റെയൊക്കെ ഫങ്ഷൻസും അതിൻ്റെ യൂസിങ് ഏത് സെനാരിയോസും നമ്മളിവിടെ പഠിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നെറ്റ്വർക്കിംഗ് കമാൻഡ്സ് ആണ് ഇവിടെ ആറാമത് വരുന്നത്. ഇതും ഏകദേശം നെറ്റ്വർക്കിങ്ങുമായി വളരെ അടുത്ത് നിൽക്കുന്ന നെറ്റ്വർക്കിങ്ങിൽ ട്രബിൾ ഷൂട്ട് ചെയ്യാനൊക്കെ നമുക്ക് ആവശ്യമുള്ള കമാൻഡുകളാണ്. ഇതും വളരെ പെട്ടെന്ന് കഴിയുന്ന ഒരു സെഷൻ തന്നെയാണ്, ഒരു ലാബ് സെഷൻ തന്നെയാണ്. അതുപോലെ തന്നെ ഏഴാമത് വരുന്നത് വ്യൂ നെറ്റ്വർക്ക് ട്രാഫിക് യൂസിങ് വയർഷാർക്ക് ഓർ പാക്കറ്റ് ട്രേസർ എന്നാണ് പറയുന്നത്. പാക്കറ്റ് ട്രേസറോ സിസ്കോയുടെ പാക്കറ്റ് ട്രേസറോ വയർഷാർക്കോ വെച്ചിട്ട് ഒരു നെറ്റ്വർക്കിലെ ട്രാഫിക് നമ്മൾ കണ്ടെത്തുന്ന ഒരു രീതിയാണ്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് എട്ടാമത് പറയുന്നത് ഫെമിലിയറൈസേഷൻ ദ സ്റ്റെപ്പ് ഹൗ ടു കോൺഫിഗർ ആൻഡ് എസ്റ്റാബ്ലിഷ് നെറ്റ്വർക്ക് കണക്ടിവിറ്റി പറയുക. അപ്പോൾ ഇതൊക്കെ ഏകദേശം ഒരേ ഗണത്തിൽ വരുന്നതാണ്. അതായത് നെറ്റ്വർക്കിംഗ് നല്ലൊരു പോർഷൻ ഇത് നെറ്റ്വർക്കിംഗ് പറയുന്നുണ്ട്. 5ാമത്തെ എക്സ്പെരിമെൻ്റ് തൊട്ട് 8 വരെ നെറ്റ്വർക്കിംഗ് ആണ് നമ്മൾ പറയുന്നത്. 9ാമത്തത് ഷെൽ പ്രോഗ്രാമിംഗ് ആണ്, അത് ലിനക്സ് ആണ്. 9ാമത്തത് ഷെൽ പ്രോഗ്രാമിംഗ് ആണ് ലിനക്സിൽ വരുന്നത്. 10ാമത്തത് നമ്മൾ വരുന്നത് അടുത്ത ഒരു മേഖലയിലേക്ക് കടക്കുന്നതാണ്. അത് ഒന്ന് വരുന്നത്
അതായത് ഒന്ന് ഈ വെബ് പേജ് ഡിപ്ലോയ് ചെയ്യുന്നതാണ്. വെബ് പേജ് ഡിപ്ലോയ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം വെബ് പേജ് ഉണ്ടാക്കാൻ പഠിക്കുന്നതാണ് 12ാമത്തെ എക്സ്പെരിമെൻറ്റ്. നമ്മൾ HTML-ഉം CSS-ഉം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു വെബ് പേജ് നമ്മൾ ആദ്യം നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ നിർമ്മിക്കുന്നു. അതിനുശേഷം അത് ഡിപ്ലോയ് ചെയ്യുന്നു. അതാണ് 10ാമത്തെ എക്സ്പെരിമെൻറ്റ്. ആൻഡ് ഇവിടെ പറയുന്നത് 11, അതായത് ഒരു വാലിഡേഷൻ ഫോം ഉണ്ടാക്കും. നമ്മളെ ഗൂഗിൾ ഫോമൊക്കെ പോലെ, ലോഗിൻ ഫോമുകൾ പോലെ ഒരു ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് നമ്മളതിൽ വാലിഡേറ്റ് ചെയ്യാം. അതിൽ അടിക്കുന്ന ഡാറ്റകൾ കൃത്യമാണോ എന്ന് നോക്കുന്നൊരു ഫോം നമ്മൾ ലാബിൽ ചെയ്യേണ്ടതുണ്ട്. അതാണ് ഈ 11ാമത്തെ എക്സ്പെരിമെൻറ്റ് പറയുന്നത്. ഇത് നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഇതൊക്കെ വളരെ എളുപ്പമാണ്. 13ാമത്തെ എക്സ്പെരിമെൻറ്റ് പറയുന്നത് ഫെമിലിയറൈസേഷൻ ഓഫ് ലാറ്റക് ആണ്. നമുക്കറിയാം ലാറ്റക് ഒരു കോഡിങ്ങിലൂടെ നമുക്ക് എങ്ങനെയാണ് ഒരു ഡോക്യുമെൻ്റ് ഫോർമാറ്റിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. റിസർച്ചിനും അതേപോലെ തന്നെ പേപ്പർ പബ്ലിഷിങ്, അതേപോലെ തന്നെ പ്രോജക്റ്റ് സെമിനാർ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനും വേണ്ടിയാണ് ഈ ലാറ്റക് ഉപയോഗിക്കുന്നത്. അത് ചർച്ച ചെയ്യുന്ന, അത് ഡിസ്കസ് ചെയ്യുന്ന ഒരു ലാബാണ്. അതിൻ്റെ ബേസിക് ലാബാണ്. എങ്ങനെയാണത് കമ്പൈൽ ചെയ്യുന്നതൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ലാബാണ് ഈ 13ാമത്തെ എക്സ്പെരിമെൻറ്റ്. അടുത്ത എക്സ്പെരിമെൻറ്റ് പറയുന്നത് ഒരു ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്, ഇൻ്റഗ്രേറ്റഡ് IDE എന്നൊക്കെ പറയും. ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്ന് പറയും. അതായത് ഒരു സോഫ്റ്റ്വെയർ നമുക്ക് നിർമ്മിക്കാൻ നമുക്ക് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്യുന്ന രീതി. അത് വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ് ഇവിടെ പറയുന്നത്. പിന്നെ സപ്ലൈൻ, ടെസ്റ്റ്, ആറ്റം, ഈ 3 പറയുന്നത്. ഇതിൽ കുറച്ചുകൂടി നല്ലത് വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. അപ്പോൾ ഇതായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. പിന്നെ 15ാമത്തെ എക്സ്പെരിമെൻ്റ് ആയിട്ട് പറയുന്നത് ഇൻട്രൊഡ്യൂസിങ് റിപ്പോസിറ്ററീസ്, ഗിറ്റ് ഓർ ബിറ്റ് ബക്കറ്റ് ആണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സുപരിചിതമായിരിക്കും ഗിറ്റ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗിറ്റ് ആയിരിക്കും. സമയമുണ്ടെങ്കിൽ ബിറ്റ് ബക്കറ്റ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇത് കോഴ്സ് അസസ്മെൻറ്റ് മെത്തേഡിനെ പറ്റിയാണ് പറയുന്നത്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് 50 മാർക്ക് ഇൻ്റേണലും 50 മാർക്ക് എക്സ്റ്റേണലുമാണ് വരുന്നതെന്ന്. അറ്റൻഡൻസിന് 5 മാർക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കണ്ടിന്യൂസ് അസസ്മെൻ്റായിട്ട് 25 മാർക്കും ഇൻ്റേണൽ എക്സാമിന് 20 മാർക്കും, അങ്ങനെ ടോട്ടൽ 50 മാർക്കാണ് ഇതിന് ഇൻ്റേണൽ ഇവാലുവേഷനായിട്ട് വരുന്നത്. പിന്നെ എൻ്റെ സെമസ്റ്റർ എക്സാമിനേഷൻ മാർക്കിൽ വരുന്നത് നമ്മൾ അൽഗോരിതമാണ്. അതിൽ പ്രൊസീജിയർ ചെയ്യുന്നതിന് 10 മാർക്ക്, അല്ലെങ്കിൽ അൽഗോരിതം സ്റ്റെപ്പ് എഴുതി വെക്കുന്നതിന് 10 മാർക്ക്. അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് നമുക്ക് 15 മാർക്കും. വാലിഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട്, ക്വാളിറ്റി ഔട്ട്പുട്ടിന് 10 മാർക്കും, അതിൻ്റെ വൈവയ്ക്ക് നമുക്ക് 10 മാർക്കും, റെക്കോർഡിന് 5 മാർക്കുമായിട്ട് ടോട്ടൽ 50 മാർക്കാണ് ഈ ഒരു എക്സ്റ്റേണൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ എൻ്റെ സെമസ്റ്റർ എക്സാമിനേഷൻ വരുന്നത്. മാൻഡറ്ററി ഓഫ് റിക്വയർമെൻറ്റ് ഫോർ AAC, അതായത് ഇവിടെ പറയുന്നത് റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു കോഴ്സ് ഔട്ട്കം COs കൂടി നോക്കാം. എക്സ്പെരിമെൻറ്റ് CO1 പറയുന്നത് എക്സ്പെരിമെൻറ്റ് വിത്ത് ദ ഫണ്ടമെൻ്റൽ ഹാർഡ്വെയർ കമ്പോണൻറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ ആൻഡ് ഹൗ ടു ഇൻ്റർഫേസ് ദം വിത്ത് സോഫ്റ്റ്വെയർ സിസ്റ്റം. CO2 പറയുന്നത് മേക്ക് യൂസ് ഓഫ് ദ കമാൻഡ് ലൈൻ ഓഫ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഷെൽ പ്രോഗ്രാമിംഗ്. ഇതൊക്കെ ഇവിടെ പറയുന്നത് K3 ആണ്. K3 എന്ന് പറയുന്നത് ആപ്ലിക്കേഷനിൽ ഇവിടെ അത് ഓൾസോ ഇതൊരു ലാബായതുകൊണ്ട് K3 ആയിരിക്കും. അപ്ലൈ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്. CO3 experiment with the data network communication scenarios using Wireshark. And CO4 develop basic website using HTML and JavaScript and manage the versions. ഇത്രയുമാണ് നമ്മുടെ ഒരു 4 ഔട്ട്കം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അടുത്ത ദിവസങ്ങളിലായി ഇതിൻ്റെ ഡീറ്റെയിൽ ഓരോ എക്സ്പെരിമെൻറ്റും എങ്ങനെ കണ്ടക്ട് ചെയ്യണോ
എങ്ങനെയൊക്കെയാണ് ഇത് പഠിക്കേണ്ടതെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു.